ഞാൻ തള്ളി വിടുന്നുണ്ട്. ഓ മക്കളെ, ഇതാ നമ്മളത് അവസാനം വെള്ളം എടുത്ത് വെള്ളത്തിൽ ഇട്ട്. ഇത്രേ വലിപ്പമുണ്ട്, പക്ഷെ കറക്റ്റ് ആ തോടിലായിരിക്കും ഇടിക്കണത്. ചെമ്പല്ലി. ആ ചേട്ടൻ വല ഇടുകയാണേ. ഹലോ മക്കളെ, സോ ദിസ് ടൈം വി ആർ ചൂണ്ടയിടാൻ പോകുന്നു. ഇപ്പം നമ്മളുള്ളത് കോട്ടയത്ത് മാന്നാനം അരുണിൻ്റെ വീട്ടിൽ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീക. സോ നമ്മളിപ്പം പോയിട്ട് മീൻ പിടിച്ചിട്ട് വരാം. ഇതാ വീട്. ഇത് നമ്മൾ ഇന്നത്തെ ലിക്കർ. അവന്മാരിപ്പോൾ വരും, നമ്മൾ നേരെ പോകുന്നു. കണ്ട, ഇതൊക്കെയാണ് ചൂണ്ട. ഇവിടെ ഒരെണ്ണം കൊത്തി വെച്ചിട്ടുണ്ട് എൻ്റെ. ഇതാ കണ്ടോ, നമ്മളിടയ്ക്ക് ഇങ്ങനെ അടയ്ക്കണ്ടോ? അത് ഇമാതിരി പണി എടുക്കുമ്പോൾ വെയിറ്റ് കുറവുള്ള പണി എടുക്കുന്നുണ്ട്. നമ്മളിപ്പം ചെയ്യുന്നത് ബെയ്റ്റ് ഉണ്ടാക്കുക, അതായത് മീനുള്ള ഫുഡ്. മീൻ വന്ന് കൊത്തണ്ടേ. ആ ഇത് നമ്മൾ എന്നിട്ടാണ് ഗോതമ്പാവോ? ഗോതമ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കുഴച്ചു. വാവ്, ഇന്ന് ഈ ചൂണ്ടയിൽ എത്ര മീൻ കുരുങ്ങുമെന്ന് നോക്കാം. 3-4 പൊടി പിടിക്കും നമ്മൾ. വെള്ളം ഇപ്പോൾ എടുക്കുന്നു, നേരെ പുളയ്ക്കാത്തോട് കൊണ്ട് ഇടുന്നു, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോകും. എന്നിട്ട് അവിടെ ഇട്ട് മീൻ പിടിക്കുന്നു. വള്ളത്തിൽ നിന്നാണോ മീൻ പിടിക്കണം? കണ്ടല്ല ചാല്. വള്ളത്തിൽ നിന്നാണോ മീൻ പിടിക്കണേന്ന്? വള്ളത്തിലിരുന്ന് നമ്മൾ ചൂണ്ടയിടും ഇതായിട്ട് ഇങ്ങനെ പോയിട്ട്. അപ്പോൾ നമുക്ക് വലിയ മീനെ കിട്ടും. ഇത് അരുണിൻ്റെ വീട്ടിലെ പശുക്കൾ. കളിയെന്താ, എന്ത് മൃഗസ്നേഹം കാണിക്കുന്നു. കണ്ണൻ കൊണ്ടുപോയി. ആ, നീ ആരാണെന്ന് അറിയാനായിരിക്കും. നീ കൊടുക്കണതിന് വിശ്വാസം വരണ്ടേ? നീ കൈ വെച്ച് നോക്ക്. തള്ള ഒന്നും അറിയാതെ ഇങ്ങനെ തന്നെ നിൽക്കുന്നു. ട്രഡീഷണൽ. തള്ള മണത്തായിരിക്കുമല്ലോ, നിന്നെ ചവച്ചായിരിക്കും നോക്കണം. ഈറ്റ്. ആ, അതിന് കോൺഫിഡൻസ് കൂടുതലാണ്. അതാ മണപ്പിച്ച പോലും നോക്കാതെ കഴിക്കുന്നത്. മേടി അത് അവിടുത്തെ ഫുഡായതുകൊണ്ട് അത് കഴിക്കും. തള്ള കഴിച്ചു, അതുകൊണ്ട് കൊച്ചും കഴിച്ചു. നമ്മളത് ആ നേരെ ഫിഷിങ്ങിന് വേണ്ടി പോവുകയാണേ. കാണിച്ചു തരാൻ പോകുന്നത്. മൊത്തം ചെളി എന്നാ പറഞ്ഞു കണ്ടോ. ഇതിൽ കൂടെ നടന്നു പോവാൻ. ഓ ഫക്ക്. നമ്മൾ നേരെ വള്ളം എടുക്കാൻ പോകണേ. ഇപ്പം വള്ളം എടുക്കുന്ന വള്ളത്തിനെ കാണിച്ചു തരാം ആദ്യം, എന്നിട്ടല്ലേ. ദൈവമേ, വള്ളം കണ്ടോ? ഓ, ഇതാ വള്ളം. ആ സൈഡിൽ കൂടെ. എന്നിട്ട് എവിടെ ഇറക്കാൻ പോകുന്നു? അങ്ങേറ്റ അത് തോടാ. ആ തെങ്ങയ്ക്കുന്നുണ്ട്. തോട്ടിൽ ഇറക്കിയിട്ട് തോട്ടിൽ പോകാൻ സ്ഥലമുണ്ട്. പിന്നെ ഇഷ്ടം പോലെ അവിടെ വരെ വലിച്ചാൽ മതിയോ? അവിടെ വരെ അങ്ങ് വരെ പോകണം. എല്ലാം ഇറക്കി എൻ്റെ അമ്മയ്ക്ക് ഒന്നും കൂടെ. അങ്ങനെ വള്ളം നമ്മൾ തള്ളി ആ തോട്ടിലോട്ട് ഇറക്കണം. എന്നാലേ വള്ളം കൊണ്ട് തുഴയാൻ പറ്റും. എന്നിട്ട് വേണം മീൻ പിടിക്കാൻ. തള്ള്. നിങ്ങൾ വിചാരിക്കുമ്പോൾ സിമ്പിളല്ല. തൊല്ല വലിയ ചവിട്ട്. ആ കണ്ട, ഇപ്പൊ എളുപ്പമല്ലേ. കുഴിയിൽ ഞാൻ തള്ളി വിടുന്നുണ്ട്. പൊട്ട് കണ്ട, തോടെത്തി. തോട്ടിലൂടെ വലിച്ചു കയറ്റുന്ന ബോട്ട്. ദേ നമ്മളതാ വെള്ളത്തിൽ ഇറക്കി. നീ അളിയും തള്ളി ഇറക്കണം. നീ എന്താണ് അരുണേ ചെയ്യണേ? ആ തള്ള. ഓ മക്കളെ, ഇതാ നമ്മളതാ അവസാനം വെള്ളം എടുത്ത് വെള്ളത്തിൽ ഇട്ട്. ഇതാണ്ട. ഓ അയ്യോ, ഇത് ആടുന്നുണ്ടോ? ഇനി പേടിയാവുന്നുണ്ട്. മയിലിന്റെ ഫോടുള്ളത് അവനാണോ തുഴഞ്ഞ് ആട്ടണേ? കുഞ്ഞുമക്കളെ, നമ്മൾ തുഴഞ്ഞു വന്നപ്പോൾ ഞാൻ ആ സൈഡിലോട്ടാണ് ഇരുന്നത്. ഇവനെ നേരത്തെ കണ്ടില്ലേ? ഇവൻ്റെ ഫ്രണ്ടിലല്ലേ ഇരുന്നത്. ഞാൻ തിരിഞ്ഞതും ബോട്ട് ഇങ്ങനെ അതോ മറിച്ച് ഞാൻ ചേട്ടാ ഫോണ് ഞാനും 3 വെള്ളത്തിലാത്. 3 കൂടെ ഇപ്പൊ കടന്നേരെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഓ, അപ്പൊ കറക്റ്റ് മറിയ വരുന്നില്ലേ? നീയൊക്കെയല്ലേ പറഞ്ഞ മറിയത്തില്ല അത്. പിന്നല്ല, നീലറിന്റെ ഫൈബറാ മറിയത്തില്ല. ഞാൻ എന്റെ ഫോൺ എങ്ങനെ എടുക്കുന്ന ആലോചിച്ചോണ്ടിരുന്നത്. ശരിയാ,
വി സ്റ്റാർട്ടഡ് ദി എക്സ്കവേഷൻ. എടാ നമ്മൾ പോണ എങ്ങോട്ടോ? എവിടെയാ ഉള്ളത് മീനുള്ളേ? മീൻ അങ്ങനെയില്ല, നമുക്ക് ഈ മഴയും നനഞ്ഞ് ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ തുഴഞ്ഞ് പോവാം. തിരിച്ചെല്ലപ്പം നല്ല ചോറും ചിക്കൻ കറി. നമ്മളിനി ആകെ അടുത്ത ടാസ്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകണം. ഇത്രയും വലിപ്പമുണ്ട്, പക്ഷേ കറക്റ്റ് ആ തൂണിലായിരിക്കും ഇടിക്കണത്. ഇപ്പോഴേ എയിമിങ് തെറ്റിയാ പോണെ ശിവരി. എന്താക്കിയത് വരെയുടെ ഓ വൗ വി സക്സസ്ഫുള്ളി ക്രോസ് ദ ബ്രിഡ്ജ്. ഇതൊക്കെ വീട്ടുകാർ കാണണം. അമ്മ പറഞ്ഞത് വെള്ളത്തിൽ ഇറങ്ങല്ലേ മക്കളെ. അതിനെന്താ, എന്റെ ഫോണ് മുങ്ങി പോവാതിരുന്നാ മതി, ഞാൻ മുങ്ങിയാലും കുഴപ്പമില്ല. എടാ നീ ഇങ്ങനെ വലിച്ചെടുക്കൂലേ? ആ ഞാൻ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തു. കുഴിയിൽ വീണ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. എടാ നമ്മളിപ്പോ നേരെ വെള്ളത്തിലോട്ട് വീഴുന്നു. അപ്പൊ എടാ അതല്ലടാ, നമ്മൾ താന്ന് പോയിട്ട് ചവിട്ടി പൊങ്ങുമോ? അതാ എനിക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മുങ്ങി പോകുന്ന എങ്ങനെ എന്നാ പറഞ്ഞ ഓ ബാക്കി എന്താന്ന് വെച്ചാൽ ഞാൻ അനുഭവിക്കുക. അവരുടെ ശ്രദ്ധയ്ക്ക് എന്നെ പോലെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഷെക്മി ആ അതെ, ആരുടെ എന്നെ മുക്കുന്ന പോലെ അവരെ മുക്കുന്നതാണ്. ട്രെയിനോ? ആ നമ്മൾ ഇപ്രാവശ്യം നേരെ കൊണ്ടുപിടിക്കാൻ പോകുന്ന ഒരു ക്രെയിൻ്റെ ഹൊയ് ഹൊയ് ഹൊയ്. ഒരു കൊക്കല്ലേ പറക്കുന്നേ? വെടിവെച്ചിട്ടാലോ? ദേ ഒരു വലിയൊരു സാധനം. ആ ശരിയാ ശരി, ഞാനും കേട്ടാ. ആ പരൽ. ആ ഞാൻ മേടിച്ചില്ലല്ലോ. നീ മേടിച്ച? ഏയ് അരുണോ, നല്ല വെള്ളമുണ്ട് കേട്ടോ. നീ ഈ ബാക്കിൽ ഇരിക്കണവരും ഫ്രണ്ടിൽ ഇരിക്കണവരും അറിയാം, എനിക്ക് മാത്രം അറിയത്തില്ല നീന്താൻ. ക്യാമറയും പിടിച്ചോട്ടാ നടക്കണേ. മുങ്ങിയ മയിലെല്ലാം കൂടെ വെള്ളത്തിലാണ്. നമ്മളിപ്പം കാണാൻ പോകുന്നത് താറാക്കൂട്ടം. ഓ ആന്ധ്ര ഒരു ബോട്ട്സ് പോലെ ചെയ്ത് വെച്ചിരിക്കണ മുട്ട ഇടാൻ വേണ്ടിയിട്ടാ? മീൻ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഓ എല്ലാത്തിനും ആവറേജ് ഒരു തൂക്കം ഇരിക്കുമല്ലേ? വലുത് കിട്ടിയ ലോട്ടറി. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് അവിടെ വീടുകൾ അങ്ങോട്ട് പോകണം, നല്ല രസമായിരിക്കടാ. എടാ നമുക്ക് ആ വീടൊക്കെ ഉള്ളിടത്തോട്ട് പോകാം, അതേ കൊള്ളാവും. ഞാൻ നിങ്ങൾക്ക് സൈഡ് കാണിച്ചിട്ട്. അതാണ് കണ്ടം. ഇതല്ലേടാ കണ്ടം? ഈ ബോർഡറിനപ്പുറത്ത് കാണുന്നതൊക്കെ കണ്ടോണേ, അവിടെയാണ് കൃഷി ചെയ്യണത്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇത് തോട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതോ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കുളം പോലെ ഉണ്ട്, പക്ഷേ അത് വഴിയായിരിക്കുമോടാ? അല്ലല്ലേ, വെള്ളത്തിൻ്റെ വഴി തന്നെയാണല്ലേ. ആ എനിക്ക് ഞാൻ വൈബാ കണ്ണ. അതൊരു സമൂഹമാണ്, ദ്വീപ് സമൂഹം. ഇതുപോലെ ഒരെണ്ണം ഞാൻ കണ്ടത് പിന്നെ ആൻഡമാനിലാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് പോകുമ്പോൾ ഇടും. കണ്ട തേങ്ങ താന്ന് നിൽക്കണ, കണ്ട ഇത്രയും താന്ന തേങ്ങ നിൽക്കണേ. ശ്യാമസുന്ദര കിര ഭൂമി. നമ്മളിതാ വീണ്ടും ചെറിയ തോട്ടിലോട്ടായി. അവിടെ ആരോ വെള്ളം കോരി ഒഴിക്കുക, കാണുന്നുണ്ടോ? ഞാൻ 3x കാണിച്ചത് കണ്ട. മാനവർക്കു ക്ഷമത നൽകി അത് വെള്ളത്തിൽ നിന്ന് വെള്ളം കളയണം. താറാവ് കൂട്ടങ്ങൾ. ഓഹോ വീണ്ടും മോട്ടോർ ഹൗസ്. ഇത് എല്ലായിടം പമ്പ് ഹൗസ് ആണല്ലോടാ.
പിന്നെ പാടത്തിൽ പമ്പോസും ഇല്ലേ. അങ്ങനെ നമ്മൾ ബോട്ട് അടുപ്പിച്ചു. ബോട്ടല്ല, വള്ളം. വേണ്ട, വള്ളം അടുപ്പിച്ചു. ഇനി മീൻ ഫിഷിംഗ് ആണ് സ്റ്റാർട്ടിങ്. ഇതാ ഒരു താറാവ് പോകണം. ഓ. ഇനി ഇവിടെ മീൻ പിടിക്കണം. ഇവിടെ പരലിനെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇവിടെ അല്ല, ഇവിടെ. ഇത് കണ്ടം, അവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ആളിയും ബോട്ട് ആളിയും ചൂടകത്ത് നമുക്ക് തുടങ്ങാം. എങ്ങനെയാ സാർ പരിപാടി? ഇനി ഇതുകൊണ്ട് നമുക്ക് ഇന്ന് മീൻ തീറ്റ കൊടുക്കാം. അതെ, മീനിന് തീറ്റ ഉണ്ടാക്കണം. നമ്മുടെ ബൈറ്റ്. അവിടെ നീ ഇതെന്താണ് ഇവിടെ കെട്ടിയത് പറഞ്ഞേ? വെയിറ്റ് ഇല്ല സ്ഥലത്തല്ലേ ഇത് കെട്ടണ്ടേ? ഇങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ അതങ്ങനെ ജസ്റ്റ് ലൂസാക്കി നേടാം. ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇടണം. നമുക്ക് ഇങ്ങനെയാണ് നോക്കാം. ഞാൻ കാണിക്കും. ചുമ്മാ ഇട്ടാ മതിയോ? അതെ, ചുമ്മാ ഇടാൻ പോവാ. നമ്മൾ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് നമ്മളെ പ്രൊഫഷണൽ ചൂണ്ടയില്ല. പക്ഷേ ഹീസ് പ്രൊഫഷണൽ ആൻഡ് ട്രഡീഷണൽ, സോ ഹീ ഹാവ് എ സ്റ്റിക്ക് ഫോർ ഇനഫ് ഫോർ ക്യാച്ചിങ് ഫിഷസ്. ഓക്കെ, ആൻഡ് ഹീ ഗോട്ട്. പിന്നെ എനിക്ക് വേണ്ടേ ആദ്യം അളിയൻ്റെ മീൻ വരുമോ നോക്കട്ടെ. രണ്ട് സൈഡായിട്ട് നിന്ന് ചൂണ്ടയിടണേ. 1 2 ആരെയും കൊടുക്കുമ്പോൾ നോക്കാം. അളിയെന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അളിയനൊന്നും കിട്ടുന്നുമില്ല. ഇനി ഇറ്റ്സ് ഹീറോ ടൈം. നോക്ക്, ദേ മീന് തെറിച്ചു. എവിടെ ഇടും നീ? ആ കൂട്. അയ്യോ, കൂടൊന്നുമില്ലടോ. കൂടില്ല. ഒരു വള്ളത്തിൻ്റെ അകത്തിട്ടേക്ക്. വള്ളത്തിനകത്തോ? പിന്നെ അത് എടുക്കാൻ പറ. മീനിനെ വള്ളത്തിൻ്റെ അകത്തുനിന്നാ? അയ്യോ, നിങ്ങൾ മീൻ കിട്ടി. ഫസ്റ്റ് മീൻ ഫ്രം അരുൺ കൊണ്ടോടി. ഇതാണ്ടാ പടക്കനുണ്ടോ? ഇങ്ങോട്ട് കയറ്റി വെക്കാം അല്ലേ? പന്നി. ഫസ്റ്റ് മീൻ ഇതാണ്ടാ, വലിപ്പം കണ്ട. ചാവ് അല്ല, സോറി, ഫസ്റ്റ് മീൻ. ഇനി നമുക്ക് അടുത്തത് പിടിക്കാം. എക്സ്പേർട്ട് കണ്ണന് പോലും കിട്ടാത്തത് അരുൺ നേടിയെടുത്തു. ഞാൻ ഒരു പുല്ല് നേടുന്നില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിക്കുന്നില്ലേ? അത് തന്നെ വലിയ കാര്യം. അരുൺ അടുത്ത ചൂണ്ടയുമായിട്ട് ഇറങ്ങി. ഇതാണ് അരുൺ. അതെ, ഇനി കണ്ണൻ്റെ ഇടയാണ്. കണ്ണൻ മീൻ കിട്ടുമെന്ന് നോക്കാം. പിടിച്ചാ? എവിടെ? കിട്ടി. ചെമ്പല്ലി. കട നെക്സ്റ്റ് രണ്ടാമത്തെ മീൻ. ചെമ്പല്ലിനെ പിടിച്ചേ. ഒരു പരലും ഒരു ചെമ്പല്ലിയായി. ഇന്നേക്ക് ഒരു പൊടി. ഇനി അടുത്ത വീണ്ടും ഉണ്ട്. ആരുടെ അടുത്ത് നീ? ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ടേണുണ്ട്. ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? നീ വരണ്ട, ഇതൊക്കെ തന്നെ മതി. പോണ് ബാക്കിലോട്ട് പിടി, അല്ലാതെ തന്നെ നിൽക്കത്തില്ല. അങ്ങനെ ആക്ക്. കൽക്കട്ടാന്ന് തോന്നുന്നു. മക്കളെ, പിടിച്ച മീനുകളെല്ലാം ഈ ബക്കറ്റിലാക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇതിനെ എല്ലാത്തിനെയും ഒഴുകി കളയാൻ പോവുകയാണ്. കളഞ്ഞു. പോയി എല്ലാം പോട്ടെ. നമുക്ക് ചിക്കൻ മതി. ചിക്കനും പിന്നെ എന്താടാ നവര. നമ്മുടെ നാട്ടിൽ നവര എന്ന് പറയും. ഇവിടെ എന്താ പറയുക? കിളിമീൻ. കിളിമീൻ എന്ന് പറയും. നമുക്ക് അതും കൂട്ടി ഒരു പിടി പിടിക്കാം. അണ്ണന്തോഴ നവര എന്ന് പറയണ അത് തുവര പയറല്ലേ? തന്നെ നീ ഇങ്ങോട്ട് ഇട്ടാരുണേ. മെടുക്കൻ. ഞാൻ മാത്രമുണ്ട് ഈ മഴയിൽ നനഞ്ഞു പോയി. ആ വീടല്ലേ? ഞാൻ വീട് കാണിച്ചു. എന്നടാ പണി വെച്ചിരിക്കേ? അത് വീടാ. ആ കണ്ടം. ഇല്ല, റോഡില്ലാതിരിക്കും. അങ്ങോട്ട് പോയപ്പം കണ്ണം പറഞ്ഞ ഐഫോണിൻ്റെ കവറാണേ. കാണിച്ചിരാം. 6 iPhone 6. എന്നാൽ ഈ കേസൊക്കെ കൊണ്ട് വെള്ളത്തിൽ കളയാനും മാത്രം ആരാ? സാധാരണ ഈ ഐഫോണൊക്കെ മേടിക്കണവന്മാർ അത് ഫ്രെയിം ചെയ്ത് വെക്കാറാ പണിവാ. ഫോണല്ല, ഫോണിൻ്റെ കേസ് വീട്ടിൽ വരപ്പം. ചെറുക്കൻ ഐഫോൺ ഉണ്ടല്ലോ. ഇതാ ഇവിടെ കൊണ്ട് തോട്ടി എറിഞ്ഞിരിക്കുക. എന്നെപ്പോലെ ആരുവാണെന്നാണ് തോന്നുന്നത്. ഇതിന് പൈസയ്ക്കൊന്നും വലിയ വിലയൊന്നും കൊടുക്കാത്ത
സാധാരണ ആ ചേട്ടൻ വലയിടുകയാണേ. അല്ല, വലയിടുകയെന്നല്ലേ പറയണേനെ? അതെ, ആ ചേട്ടൻ വലയിടുക. കുരുങ്ങിയാണോ? വി സക്സസ്ഫുള്ളി പാർക്ക്ഡ് അവർ ബോട്ട് ഇൻ ഹിയർ. Now we are getting into his house and eat some chicken curry and Kerala style rice. അമ്മേ, എന്താ കണ്ടോ, ഇത്രയും താഴും. ആ വള്ളം കെട്ടുന്ന കേട്ട് ഓ തുഴയൊക്കെ വാരി അറിയുന്നു. ചാമ്പ്യൻ 1, ചാമ്പ്യൻ 2 ആൻഡ് ദ ക്യാപ്റ്റൻ.